സഹോദരി സഹോദരന്മാർക്കും വിശേഷാൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതിഥികൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനമായ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ 1981 ബെഥേൽ എജി എന്ന നാമത്തിൽ ദുബൈയിലും സ്ഥാപിതമായി. മാറി മാറി വന്നിരുന്ന ദൈവദാസന്മാർ നിശ്ചയദാർഢ്യത്തോടെ അർപ്പണബോധത്തോടെ ഈ സഭയെ പരിപാലിക്കുവാൻ സർവകൃപാലുവായ ദൈവം സാധിപ്പിച്ചു. ഇന്നേക്കും 38 വർഷം തികയുന്ന ഈ വേളയിൽ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിനിടയിലും സമയം കണ്ടെത്തി ബെഥേൽ എജിയിലെ ചില സഹോദരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്നു നേടാം ആത്മാവിനെ. മുൻവർഷങ്ങളിൽ നിങ്ങൾ തന്ന പ്രോത്സാഹനവും പിന്തുണയും നന്ദിയോട് ഓർത്തുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്ന സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. നല്ല ഒരു പ്രഭാതം. ഇന്ന് ഡിസംബർ 2 ദുബൈയിലെ ഒരു പൊതു അവധി ദിവസം. നമ്മുടെ സഹോദരന്മാർ പാർക്കുന്ന ദുബൈയിലെ പ്രശസ്തമായ ലേബർ ക്യാമ്പിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് കടന്നു ചെല്ലാം. എല്ലാവരും എഴുന്നേറ്റ പോലെ പല്ലും തേച്ചില്ല, കുളിച്ചില്ല. ഇത് ചർച്ചിന്റെ പിക്നിക് ആവുന്ന ദിവസമല്ലേ? ആ പാവം പാസ്റ്റർ സെക്രട്ടറി എത്ര ആഴ്ചയുടെ അനൗൺസ് ചെയ്യാം. നിങ്ങൾ ആ കുക്കുമ്പറ കൊണ്ട് മാറ്റി റെഡിയാക്കി പാൻ്റെ കിട്ടെ റെഡിയാക്കി. നമുക്ക് 8 മണിക്ക് ഇന്നത്തെ അതറിഞ്ഞില്ലേ? 8 മണിക്ക് എത്തുമ്പോ അവിടെ ഫസ്റ്റ് എത്തുന്ന ആളുകളിൽ നിന്ന് നറുക്കിട്ട് ഒരു വലിയ സമ്മാനം ചർച്ച കമ്മിറ്റി പ്രാവശ്യം തരുന്നത്. സമ്മാനം എന്താ അറിയാം നിനക്ക്? ഒരു ഫ്ലാറ്റ് ആയിട്ട് സമ്മാനം. ആ കാര്യമെല്ലാം ശരിയാണ്. ഇന്നലെ കമ്മിറ്റിക്കാരെല്ലാം ഡേ ടു ഡേക്ക് ചുറ്റും അകത്ത് കിടന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് നിന്ന് ഫ്ലാറ്റ് വാങ്ങി വല്ലതും പൊതിഞ്ഞു കൊടുക്കാനായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കെന്തോ എല്ലാത്തിനും ഈ കുറിയിൽ പുതിയ ഭാഷയെ കൊണ്ടുവരണമെങ്കിൽ കുറിയിടണം, സഭയിലെ കമ്മിറ്റിയായി തെരഞ്ഞെടുക്കണ കുറിയിടണം, ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റ് കൊടുക്കണമെങ്കിൽ അതിനും കുറിയിടണം. ഒത്തൊരുമ വേണം, ഒത്തൊരുമ. നല്ല സഹോദര, ഇത്തവണ ഫുഡും ഗസ്റ്റൊക്കെ ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ എന്ത് പരിപാടി നടത്തിയാലും ആദ്യം ചോദിക്കും ഗസ്റ്റ് ഉണ്ട്, പിന്നെ അടുത്ത ചോദ്യം ശാപ്പാടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കമ്മിറ്റിക്കാർ ഈ പ്രാവശ്യത്തിൽ അടിപൊളി ഫുഡ് ഓർഡർ ചെയ്തത്. അവിടെ കലാമൽ ആരംഭത്തിയത് അടിപൊളി ഫുഡാണ്. ഇന്നത്തെ മെനു ആണ്. രാവിലെ ഇടിയും മടിയാണോ? ഇഡ്ലിയും മടി. ഉച്ചക്ക് വേവാത്ത ചിക്കൻ ബിരിയാണി അടിപൊളി. വെടിക്കെട്ട് പഴംപൊരിയോ? വെടിക്കെട്ട് പഴംപൊരിയല്ല, വൈകിട്ട് പഴംപൊരി. വണ്ടി മാറിപ്പോയതാ.
അതെന്താ? ഒന്നാമത് ഈ വേഗ ചിക്കൻ ഞാൻ കഴിക്കാൻ പിന്നെ പച്ചക്കറി ആയിരുന്നെങ്കിൽ ഇറങ്ങി നോക്കാം. പിന്നെ ഒന്നാമത് അത് മാത്രമല്ല, ആകെ മൊത്തം 150 പേരുണ്ട്. അതിനകത്ത് 100 പേര് വോളണ്ടിയേഴ്സ്. ഒളിമ്പിക്സ് കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് പിക്നിക് കമ്മിറ്റി. സഹോദരന്മാരെ, ഇതൊക്കെ നിങ്ങൾ വിട്ടോളാം. ഈ കാര്യത്തെ കുറിച്ച് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ പിക്നിക്കിൽ വരാനുള്ള കാര്യം ചെയ്യും. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ പ്രാവശ്യത്തെ പിക്നിക്കില് വേറൊരു പ്രത്യേകത, നമ്മുടെ ഫുൾ പരിപാടികള് ലൈവ് ഷൂട്ട് ചെയ്ത് സീഡിയിലൊക്കെ ഇല്ലാക്കി തരും. അത് മാത്രോ? അത് ആരാ? സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ അല്ല, പ്രശസ്തനായ നമ്മുടെ ഫോട്ടോഗ്രാഫർ റോബി ഏറ്റുമാനാണ്. ഇതാണ് ആള്. ഇതാണ് അദ്ദേഹം. ഇന്നലെ എന്റെ റൂമിൽ വന്നിരുന്നു. ഈ പാളത്തൊപ്പി ആ കറുത്ത കമ്പിയും ഒക്കെ പിടിച്ചോണ്ട് പോന്നെ കണ്ട എന്റെ ദൈവമേ, ഡിസ്കവറി ചാനലിലെ പാമ്പ് പിടുത്ത കണ്ടാ തോന്നുന്നത്. എന്തായാലും ഞാൻ ഒന്നാമത്തെ കാര്യം, അവിടെ കുറെ താടിക്കാരന്മാരുണ്ട്. അവരെ കൊണ്ട് പോയിട്ട് എല്ലാ പ്രോഗ്രാം എന്താ ഊഹിച്ചതറിയോ? ഒരെണ്ണം പോലും വിടുന്നില്ല. ഞാൻ മെസ്സേജ് വന്നിട്ടുണ്ട്. ചർച്ച് ഗ്രൂപ്പിലാണ് മാസ്റ്ററുടെ ഒരു വോയിസ് ക്ലിപ്പാണ്. അത് കേട്ടോ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ നിങ്ങൾ ദയവായി ഈ പിക്നിക്ക് നിന്ന് ആരും ഒഴിഞ്ഞു നിൽക്കുവാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാകണം. നിങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാനും എന്റെ കാര്യമില്ലല്ലോ. നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണ്. എല്ലാവരും സഹകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം. കർത്താവ് അമേരിക്കും. അല്ല, എനിക്കൊരു സംശയം. നമ്മുടെ ചർച്ചിലെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇപ്പൊ നമുക്കൊന്നും മെസ്സേജ് ഇടാൻ പറ്റത്തില്ല. ചർച്ചിലെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒന്നും മെസ്സേജ് ഇടാൻ പറ്റില്ല. ഇടണമെന്നുണ്ടെങ്കിലേ ചില പദവികൾ വേണം. ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ക്യാബിനറ്റ് റാങ്ക് ഒപ്പിക്കാം. സഹോദരന്മാരെ, പണത്തിനോടോ പ്രതാപത്തിനോടോ ഒട്ടും താല്പര്യമില്ലാത്ത ആ നിഷ്കളങ്കനായ ദേവദാസന്റെ അഭ്യർത്ഥനയെ മാനിച്ച് നമുക്ക് എല്ലാവർക്കും പിക്നിക്കിന് പോകാം. അതിനുശേഷം കിഷേഷ് ജംഗ്ഷനിൽ നമുക്ക് ഒരു പരസ്യവും നടത്താം. പിന്നെ ചർച്ചിന്റെ പുതിയ ഡയറക്ടറിങ് എടുത്ത് നമ്മുടെ ഫുട്ബോൾ ഗ്രൂപ്പ് എന്തെങ്കിലും കുറച്ച് കിട്ടുമോ? അല്ല, നോക്കിയിട്ടൊന്നും ആരും മനസ്സിലാകുന്നില്ലല്ലോ ഇവിടെ. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ 1 വർഷം മുമ്പ് കൊടുത്ത ഫോട്ടോയാ. ഇത് അടിച്ചു വന്നപ്പോഴത്തേക്ക് ആൾക്കാരുടെ മുടിയും പോയി, വയറും ചാടി. ഒരു വർഷത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും മറുപടി വേണം ഈ ഡയറക്ടർ. സഹോദരന്മാരൊക്കെ ഒത്തൊരുമിച്ച് ഇവിടെ എന്താണ് സഹോദരന്മാരും ഉണ്ടല്ലോ, എത്തിയിട്ടുണ്ടല്ലോ. പരിപാടി രാവിലെ ഒരു പിക്നിക്ക്, അത് കഴിഞ്ഞൊരു പരസ്യം. രാവിലെ പിക്നിക്ക് പരസ്യമായിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കാനല്ലേ. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു പ്രത്യേക കാര്യം ഒന്ന് ചോദിക്കാനും കൂടെ അതൊക്കെ അറിയാമല്ലോ. നമ്മള് ചെറിയ ബിസിനസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പരിചയത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? നേരത്തെ ഒക്കെ നിങ്ങൾ പറയുമായിരുന്നു. എന്തെങ്കിലും ഉണ്ടോ? വല്ല പ്രോപ്പർട്ടി വല്ല അവൈലബിൾ ആണോ അവിടെ കാണാൻ? പ്രോപ്പർട്ടി ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നല്ലോ. അച്ഛന് വെച്ചൊരു പ്രോപ്പർട്ടി. അത് അദ്ദേഹം നമ്മളെ ഷാർജയിൽ എഴുതിയ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. കുറെ നാളും വർഷങ്ങളായിട്ട് മുമ്പ് അവിടെ നല്ല ആളുണ്ടായിരുന്ന പ്രോപ്പർട്ടി. ഇന്നാണ് അത് കൺഫേം ആയത്. അതിന്റെ മെയിൻ ആള് പറഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെ, അച്ഛൻ അച്ഛനെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റോ
ഇതൊന്നും നമുക്ക് ഒരു ഓർമ്മമാക്കണം. അത് അതിന്റെ ആള് നമുക്ക് അടുത്ത പരിചയമുള്ള ആളാണ്. പുള്ളി ഇവിടെ ആദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ റഷീദ് മെട്രോ സ്റ്റേഷൻ പുള്ളിയോ റഷീദ് അത് നമുക്ക് നോക്കാം. പക്ഷെങ്കിൽ ഈ ഷാർജ അല്ലാതെ നമുക്ക് നമ്മുടെ ദുബായ് ഏരിയയിലെ കാണും വേദന കിട്ടാൻ വല്ല വഴിവല്ലോ ഉണ്ടോ? ഇങ്ങനെ പോവാണെങ്കിൽ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ദുബായിൽ ഇതുപോലെ തുറന്നു കിട്ടും. അതും ഈ അച്ഛന്റെ അതും അവൈലബിൾ ആണ്. കാരണം റെന്റ് മാത്രം അടയ്ക്കുന്നുള്ളൂ, വരവൊന്നുമില്ല. അച്ഛാ, നമുക്ക് ഈ പ്രോപ്പർട്ടിനെ ഒക്കെ നമുക്ക് ശരിയാക്കി തരാം. ഇന്ന് പോയിട്ട് ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന അച്ഛൻ വന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കാം. മോനെ നിനക്കറിയാമല്ലോ, ഞാൻ ഈ തുള്ളാനും പാടാനും ഒന്നും അങ്ങനെ പോകുന്ന ഒരാളല്ല. ഞാൻ ഇതിനൊന്നും കൂട്ടിരിക്കുന്ന ഒരാളെന്നുള്ളത് നിനക്കറിയാമല്ലോ. അതെ, ശരിയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വരാനുള്ള ഒരു താല്പര്യമൊന്നും അങ്ങനെ ഇല്ല, പെട്ടെന്നുണ്ടാവത്തില്ല. ഒരു നിമിഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നു. ഇത്രയും സമ്പത്തും ഇത്രയും പ്രതാപവും ഒക്കെ അച്ഛൻ നേടിയെടുത്തിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അച്ഛൻ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ പ്രാർത്ഥനയ്ക്കും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അതൊക്കെ അറിയാമോ? പണ്ട് പുരാതന കാലം പോലെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കും കൂട്ടങ്ങൾക്കും ഒക്കെ പോകുന്നവരൊക്കെയാണ്. യേശുവിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്ന് യേശു വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന നിങ്ങളുടെ കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് മതമില്ല, ഭർത്താവ് നടത്താറില്ല, ഞങ്ങൾക്ക് സൈക്കിളില്ല, എങ്കിലും ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. ഞാൻ ഒരു സത്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. വർഷങ്ങളായി ഞാൻ നിങ്ങളോടൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ചില നാളുകളായി ഒരു ഭാരവും ഒരു പ്രയാസവും, എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാനുള്ളൊരു താല്പര്യമൊക്കെ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ട് നടക്കുകയാണ്. എന്നാലും നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെ വന്ന് കാണുകയും നിങ്ങൾ ഈ ദൈവവചനമൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു താല്പര്യം പോലെ എനിക്ക് യേശുവിനെ ഒന്ന് അറിയണം, കൂടുതലായിട്ടൊന്ന് അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ആഗ്രഹം എനിക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരാൻ ഞാനും തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് അങ്ങനെ ആണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ, ആമേൻ. പരസ്യയോഗ ശുശ്രൂഷ ആരംഭിക്കാൻ ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അബുദാബിയിലേക്കുള്ള യാത്രാ മധ്യേ സഹകരിക്കണം. ദീർഘ വർഷങ്ങൾക്ക് ശേഷം ബെഥേൽ അസംബ്ലി സഭകളുടെ സഹോദരന്മാർ എല്ലാവരും കൂടെ ഇന്ന് പരസ്യയോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോവുകയാണ്. ശ്രദ്ധിക്കണം, സോണാപൂരിൽ നിന്നും അൽക്കൂസിൽ നിന്നും വന്ന ബാക്കിലെ സഹോദരന്മാർക്ക് വാഹന സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വാഹനത്തിൽ നിങ്ങൾ കയറണം. ആ കൈലിക്കുഴിക്കാരൻ പാർട്ടിന് ലീഡ് ചെയ്യുന്ന സഹോദരൻ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ആ സംഘടനകളുടെ വാഹനത്തിൽ നിങ്ങൾ കയറണം. ഫുഡിന്റെ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട. നമ്മുടെ പേരും മുട്ടിൽ സഹോദരന്മാർ നമുക്ക് വേണ്ടി ഫുഡിന്റെ ക്രമീകരണങ്ങൾ ബുർജ് ദുബായിൽ വെച്ച് ഒരുക്കിയിട്ടുണ്ട്. ആരും ആ വിഷയത്തിൽ ഭാരപ്പെടരുത്. ആദ്യം മുൻപോട്ട് പോകുന്ന അനൗൺസ്മെന്റ് വാഹനത്തിന് പുറകെ എല്ലാവരും കടന്നുപോവുക. ദുബായിയുടെ ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയിലേക്ക് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന ആ വാഹനം. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തും, വാതിലുകളെ നിങ്ങൾ തലകളെ ഈ ശബ്ദ പരിധിക്കുള്ളിൽ
ഞങ്ങളെ ശ്രമിക്കുന്ന അൽകിസൈസ് ദേശ നിവാസികളെ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് യുഎഇയുടെ ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ച ഈ കിസൈസ് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്ന ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രിയിൽ ദൈവ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് മേധാവി, ദുബൈ ചാരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മിഷൻ ഡിപ്പാർട്ട്മെന്റ് നാമത്തിൽ ജമ്മു കാശ്മീരിൽ പോയി സുരക്ഷിതമായി കൺവെൻഷൻ നടത്തി ദുബൈ തിരികെ എത്തിയ പത്തനാപുരം ജോണി, അദ്ദേഹത്തോടൊന്നിച്ച് ജമ്മു കാശ്മീരിൽ പോയി അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ദാനിയേൽ എറണാകുളത്തെയും ഈ യോഗത്തിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തുടർന്നുള്ള സമയം ജോണി പത്തനാപുരത്തിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ജോണി പത്തനാപുരം ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരിത്തമായി നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, ഈ കടാകമ്പോളത്തിൽ ഈ പട്ടണത്തിലിരുന്ന് ഞങ്ങളുടെ ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന വ്യാപാരി വ്യവസായികൾക്കും യാത്രികർക്കും ഞങ്ങളുടെ മാന്യമിത്രങ്ങൾക്കും ബഹുമാന്യരായ മാതാപിതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. നാം ഇന്ന് ഈ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ കല്ല് ഉരച്ച് തീയുണ്ടാക്കി ഭക്ഷണം പാചകം ചെയ്ത് ജീവിച്ച മനുഷ്യൻ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മനുഷ്യന്റെ മസ്തിഷ്കം അതിന്റെ ഉജ്ജ്വല ഉൽപ്പന്നങ്ങളായ സംഭാവനകളെ ശാസ്ത്രലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള മനുഷ്യന്റെ താമസം മാറ്റി മറ്റു ഗ്രഹത്തിലേക്ക് പോകുവാൻ മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. ഈ കാലഘട്ടത്തിൽ പരസ്യയോഗത്തിന് പ്രസക്തി ഉണ്ടോ എന്നൊരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരന്മാർ ചോദിച്ചേക്കാം. ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ, ഈ പ്രിയ സഹോദരന്മാർ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് എന്നോട് സുവിശേഷം പറയുകയും എനിക്ക് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ കവലകളിൽ നിന്ന് പരസ്യയോഗം നടത്തിയിട്ടുള്ള പല സ്ഥലങ്ങളിൽ ആത്മഹത്യക്ക് ഒരുങ്ങി വിഷം കഴിച്ചു മരിക്കുവാൻ കടന്നു വന്നിട്ടുള്ളതായ പല സഹോദരന്മാരും തങ്ങളുടെ വിഷക്കുപ്പികൾ വലിച്ചെറിഞ്ഞ് ഈ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചത് ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം. ഈ പരസ്യയോഗങ്ങളുമായി മുൻപോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം ഇത് തന്നെയാണ്. ലോകം ഏതെല്ലാം ഉച്ചകോടിയിൽ പാരമ്യത്തിൽ എത്തിയെന്ന് പറഞ്ഞാലും എക്കാലവും ഉള്ളതിനേക്കാൾ അസമാധാനവും അരിഷ്ടതയും അക്രമവും ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങൾ സമാധാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമില്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന യേശു നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവാണ്. നിങ്ങൾ നിരാശയിൽ മുങ്ങിക്കഴിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നിരാശയെ മാറ്റുന്ന ഒരു യേശുവിനെ ഇന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ മറ്റേതെങ്കിലും പ്രയാസങ്ങളാൽ നിരാശപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ സേവിക്കുന്ന ഈ യേശു മതിയായവനാണ്. ഈ യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. എല്ലാറ്റിനും ഉപരി നിങ്ങളെ നന്നായി സ്നേഹിക്കുന്ന, നിങ്ങളുടെ പാപത്തെ പുറത്ത് നിങ്ങളെ മാറോടണയ്ക്കുന്നത് മാത്രമല്ല, നിത്യതയ്ക്ക് നിങ്ങളുടെ ലോകത്തിലെ മരണത്തിനു ശേഷം നിത്യതയിൽ നിങ്ങളെ ചേർക്കുവാൻ, നിത്യജീവനെ നിങ്ങളെ അവകാശിയാക്കി തീർക്കുന്നതായ യേശുവിനെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോട്
ഞങ്ങളുടെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.